ഞാൻ പൊട്ടിക്കാൻ പോവുകയാണേ. ശരിക്കും ഇനിയും ഇങ്ങനെ ഉണ്ടാവേണ്ടതാണ്. കുറേ പുഴു കൊണ്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കനൊന്നുമില്ല. ഇത് പൊട്ടിക്കാം. പൊട്ടിക്കണം ഇത് പക്ഷെ അത് നേരെ ആയാലും ഇതിൻ്റെ ചുറ്റുള്ളൊക്കെ പൊട്ടിക്കാം. ഇലകൾ എന്തായാലും ക്യാബേജ് പറഞ്ഞ ഇലയാണല്ലോ. അപ്പോൾ ഈ ഇലയൊക്കെ പൊട്ടിക്കുക. അപ്പോൾ മറ്റേനെ അവിടെ ചുരുട്ടി നിർത്താം കേട്ടോ. ഇവിടെ ചുരുട്ടി നിർത്തിയാൽ എടുത്തോട്ടോ. വീഡിയോ ചിലപ്പോൾ നേരെയാവാം അല്ലേ. നമസ്കാരം. നല്ല അടുക്കളയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്യാബേജ് നടന്ന വീഡിയോ ഒക്കെ കാണിച്ചായിരുന്നു. അപ്പോൾ ആ ക്യാബേജ് പൊട്ടിച്ച് ഇതാണ് കേട്ടോ. അത് അതിലിപ്പോൾ കുത്തി നിർത്തിയൊരു ക്യാബേജ് ഇതാണ് കണ്ടോ. ഇങ്ങനെയൊക്കെ തോന്നുന്നു ഇനിയും വലുതാവണം തോന്നണം. ചുരുണ്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തിക്കായിട്ട് നിന്നിട്ട് അപ്പോഴാണ് അത് അരിയുമ്പോൾ ഇങ്ങനെ കിട്ടുക. പിന്നെ ഇതിലൊന്നും ഒരു വിഷം അടിച്ചിട്ടില്ല കേട്ടോ. ഒന്നും അടിച്ചിട്ടില്ല. ഇവിടെ ഒന്നും അടിച്ചിട്ടില്ല. അപ്പോൾ ചെറുതായിട്ട് പുഴുക്കേടുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കളഞ്ഞ് വൃത്തിയാക്കി ഒരു ഉപ്പേരി വയ്ക്കാൻ പോകാം. അപ്പം ഞാനിത് എങ്ങനെ ഉണ്ടാക്കാൻ പോകണേ അറിയാം. സാധാരണ ക്യാബേജ് എല്ലാവരും ഉണ്ടാക്കുക നുറുക്കിയിട്ട്, അതായത് കത്തി കൊണ്ട് നുറുക്കിയിട്ട്. ഇത് നമ്മൾ മത്തൻ്റെ ഇലയൊക്കെ വെക്കുന്ന പോലെ ഇങ്ങനെ ക്യാബേജ് നിങ്ങൾ വെച്ച് നോക്കൂ. വാങ്ങുന്ന ക്യാബേജ് ആയാലും കേട്ടോ. അതിന് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. വേറൊരു സ്വാദാണ്. ഇല ഇങ്ങനെ ചീന്തി വെച്ചാൽ ഇങ്ങനെ പൊട്ടിച്ചിടുക. ഒത്തിരി പണിയുണ്ട് കേട്ടോ നുറുക്കണേ. അതിനേക്കാൾ പണിയുണ്ട് ഇതിന്. പക്ഷേ അതിന് ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ഞാൻ ക്യാബേജിന് നമ്മൾ വാങ്ങുന്ന ക്യാബേജിനൊരു എനിക്ക് പൊതുവേ ഇഷ്ടമല്ല വാങ്ങുന്ന ക്യാബേജ് കേട്ടോ. അത് ടേസ്റ്റ് വ്യത്യാസം ഉണ്ട് എന്നുള്ളത് മനസ്സിലായത് എവിടെന്ന് പറയാം. ഞങ്ങൾ പണ്ട് ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. വയനാട് പുൽപ്പള്ളി എന്ന സ്ഥലത്തിൻ്റെ പേര് തോന്നുന്നു. കാർഷിക കോളേജൊക്കെ ഉള്ള സ്ഥലം. എൻ്റെ ദൈവമേ, ഞാൻ ക്യാബേജ് തോരൻ ഇത്രയും ടേസ്റ്റിൽ വേറെ എവിടുന്ന് കൂടിയില്ല. അവിടെ ഉണ്ടായതാണ്. അവരിങ്ങനെ പൊട്ടിച്ച് ഫ്രഷായിട്ട് അവിടുന്ന് പൊട്ടിച്ച് വെച്ച് തരണം. അപ്പോൾ എന്തുകൊണ്ടാണ് ക്യാബേജിനൊരു പൊട്ടവണം ചോദിച്ചാൽ അറിയില്ല. എനിക്ക് പൊതുവേ വാങ്ങുന്ന ക്യാബേജ് എനിക്കിഷ്ടമല്ല. അപ്പോൾ ഇതൊരു പ്രത്യേക സ്വാദായിരുന്നു. ഇതിലിപ്പോൾ മറ്റേ വയലറ്റ് ക്യാബേജും ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു കോളിഫ്ലവറിൻ്റെ ഇലയും പെട്ടുണ്ടോ അറിയില്ല. ഇതിൻ്റെ രണ്ടിൻ്റെ ഇല ഏകദേശം ഒരുപോലെ വെക്കുമ്പോൾ ഓർമ്മിക്കും കേട്ടോ എൻ്റെ ഭാഗത്താണെന്ന്. സുബുവാണ് ക്യാബേജ് വെച്ചിരുന്നത് കേട്ടോ. ഈ ക്യാബേജിൻ്റെ തൈ വാങ്ങിയത് എനിക്ക് തോന്നുന്നു ഞാൻ വടക്കാഞ്ചേരി സ്നേഹ എന്ന് പറഞ്ഞിട്ടൊരു നഴ്സറിയുണ്ട്. എല്ലാ സ്ഥലത്തൊന്നും കിട്ടലില്ല. സീസണിൽ വെക്കണം ഒക്കെ ഉണ്ട്. അപ്പോൾ കൊണ്ടുവന്നിട്ട് വെച്ചത് മുഴുവനും സുബുവാണ് കേട്ടോ. മണ്ണ് നിറച്ചതും മറ്റേ കുറച്ചെണ്ണം ഞങ്ങൾ ഇവിടെയും വെച്ചു. ക്യാരറ്റും ക്യാബേജും ഒക്കെ. അപ്പോൾ ചിലതൊക്കെ ആയി വരണേ ഉള്ളൂ തോന്നുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ചില ഇലയൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിറയാണല്ലോ ചെയ്യുക. നമ്മളിത് കുത്തി കൊടുക്കുമ്പോൾ കുഞ്ഞിയിലായിട്ട് ഇങ്ങനെ വരും. മറ്റേത് ഇങ്ങോട്ട് വിരിഞ്ഞു പോകും. അങ്ങനെ വിരിയരുത് എന്നാണ് പറയുന്നത്. അറിയില്ല. ഇതിപ്പോൾ ഏകദേശം കണ്ട ഒരു ക്യാബേജിൻ്റെ ഷേപ്പൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. പൊളിച്ചെടുക്കട്ടെ. ശരിക്കും ക്യാബേജ് നമ്മൾ വാങ്ങുന്ന ക്യാബേജ് പറയണത് ഓരോ ഇലകളും ഇങ്ങനെ എടുത്തിട്ട് കഴുകണം എന്നാണ് പറയുന്നത് കേട്ടോ.
കണ്ടോ ചുടാ കുഞ്ഞ്. ആയി വരണേ ഉള്ളൂ എന്നൊക്കെ തോന്നണം. ഇത്ര ധൃതി കൂടിയോ? ഒന്നും വേണ്ട. ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഉള്ളി, ഇഞ്ചി കഷ്ണം, സ്വാദിഷ്ടമുള്ളവർക്ക് ഇഞ്ചി ഇടാം കേട്ടോ. ഞാൻ വാങ്ങണ ക്യാബേജ് ആണെങ്കിൽ എന്തായാലും ഇഞ്ചി ഇടാറുണ്ട്. എന്താ വെച്ചാൽ ക്യാബേജിൻ്റെ സ്വാദിനെ കളയുക എന്നുള്ള ഉദ്ദേശത്താൽ. ഉള്ളി വേണ്ടാത്തവർ ഉള്ളി ഇടണ്ട കേട്ടോ. ഇനിയൊക്കെ നിങ്ങൾ ക്യാബേജ് ഉപ്പേരി വെക്കണ പോലെ. പക്ഷേ ഈ അരിയിൽ മാത്രം ഒന്നിങ്ങനെ പരീക്ഷിച്ച് നോക്കൂ. ഇല പൊട്ടിച്ചിട്ട് ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കി വെക്കും. ഇപ്പോൾ ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു. ക്യാബേജ് അതിലേക്ക് ഇടാൻ പോകും കേട്ടോ. വെള്ളം ഒട്ടും ഒഴിക്കാറില്ല ഞാൻ. ഒഴിക്കുന്നുണ്ട്. ചില ക്യാബേജൊക്കെ വെളുത്തിട്ടാണ് നിൽക്കുന്ന കേട്ടോ. ചിലത് ഈ കളറാണ്. ഇലക്കറി ആവുമ്പോൾ നമുക്കൊരു നല്ല മഞ്ഞൾപ്പൊടി ഇടാം. ഉപ്പും അതെ തന്നെ ഇടാം. ഇത് പച്ചമുളകും അത് ചതയ്ക്കുക, അത്രയേ ഉള്ളൂ. തേങ്ങയും കൂടിയിട്ട് ഇലക്കറിയല്ലേ, അത്ര കഴിയാൻ മതി. പച്ചയിൽ തിന്നാലും കുഴപ്പമില്ല. നല്ല ക്യാബേജിൻ്റെ ഇല പച്ച തിന്നാനല്ലേ, എല്ലാവരും തിന്നാറുണ്ട് ക്യാബേജിൻ്റെ ഇല. ഇതിലൊക്കെയോ ഇല്ലേ, വേറെന്തോ ലീഫില്ല, എന്തായാലും പറയാം. ബർഗറിലൊക്കെ വയ്ക്കണം. ലെറ്റൂസ് എനിക്കറിയില്ല എന്തായിട്ടും ആ ഇല. ക്യാബേജ് പറയുന്ന സാധനമല്ലേ, അതൊക്കെ പച്ച തിന്നണമല്ലോ. അപ്പോൾ മതി, ഇത്ര മതി. ഇനി ആവണ്ട. എൻ്റെക്കാ കൂടുതൽ തേങ്ങ ചെയ്യോ ഒക്കെയാണ്. നമ്മുടെ ക്യാബേജ് തോരൻ റെഡിയായി. ഏറ്റവും എളുപ്പമുള്ള തോരനുകളിൽ ഒന്നാണല്ലേ ക്യാബേജ് ഉപ്പേരി. അപ്പോൾ നമ്മളിങ്ങനെ പൊട്ടിച്ച് വെക്കുകയാണെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ അങ്ങനെ ഒന്ന് വെച്ച് നോക്കൂട്ടോ, അതിനൊരു വേറെ ടേസ്റ്റാണ്. അന്നമ്മ കൊടുത്തേച്ച അരിയാണ് കേട്ടോ അത്. പാലക്കാട് അടിപൊളി മട്ട അരി. അച്ഛാ അത് മട്ട അരിയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് കൊടുത്തേച്ചതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടെന്താണ് കുത്തരിയാണേ, നെല്ലുത്തരിയാണ്. ഉഷ പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുണ്ട് ആ കുട്ടി. അച്ഛന് തരാൻ പറഞ്ഞതാണ്. ഇവിടെ ഉണ്ടായതാട്ടോ ക്യാബേജ്. ഇവിടെ ഉണ്ടായതാ.
മുമ്പത്തെ വീഡിയോയിൽ അച്ഛൻ ഊണ് കഴിക്കുന്ന ഒരു വീഡിയോയിൽ ആരൊക്കെയോ ചോദിക്കണ്ടായി അച്ഛന് വിളമ്പി കൊടുത്തൂടെ എന്നൊക്കെ. അച്ഛന് തന്നെ എടുക്കാനായിരുന്നു ഇഷ്ടം, പക്ഷേ ഇപ്പോൾ പറ്റാണ്ടായി. കൈ നല്ലോണം ഷിവറിങ് തുടങ്ങി. മാക്സിമം അച്ഛൻ്റെ കാര്യങ്ങൾ തന്നെ ചെയ്യുന്ന ആളായിരുന്നു, ഇപ്പോൾ പറ്റാതെ തുടങ്ങി. അപ്പോൾ ശരി, പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.